കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ജിഹാദി ഏജന്റ്, മട്ടാഞ്ചേരി മാഫിയയുടെ കൂലിക്കാരൻ, പാകിസ്ഥാനുമായി ബന്ധം, മാറാട് കലാപത്തിൽ പോലും പോലീസ് ചോദ്യം ചെയ്തു. ഞെട്ടിയില്ലേ? ഈ ഞെട്ടിക്കാൻ വേണ്ടി വാർത്ത ചെയ്യുന്ന പ്രത്യേകത ഇതാണ്. ഇത് നമ്മുടെ സുദർശൻ നമ്പൂതിരിയാണ്. എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തെ വളരെ തെറ്റായി പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പോയി ബഹുമാനവും ആദരവും ഒക്കെ അർപ്പിച്ചിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുദർശൻ നമ്പൂതിരി തത്വമയി ന്യൂസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എന്ന ബ്രാഹ്മണനായ സാധു ബ്രാഹ്മണനാണ്, നല്ല ഹിന്ദു വിശ്വാസിയാണ്. എത്ര മനോഹരമായ നമ്മുടെ സംസ്കാരത്തെ റിഫ്ലക്ട് ചെയ്യുന്ന പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. 75 വയസ്സായി കൈതപ്പുറത്തിന്. അതായത് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഞാനും അദ്ദേഹം കൂടി ഒരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തിരുന്നു. ഇനിയും അദ്ദേഹത്തോടൊപ്പം പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് എനിക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടോ എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പാവം മനുഷ്യൻ, അതായത് കൈതപ്പുറം എന്ന് പറയുന്ന മഹാനായ കലാകാരൻ, പാവം മനുഷ്യന് സത്യം ഒട്ടും വയ്യ, നടക്കാനൊക്കെ വയ്യ, വളരെ ബുദ്ധിമുട്ടിയാണ് വരുന്നത്. ആ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ മോഹൻലാലിന് ശേഷം പുതിയ രാജ്യദ്രോഹി കൈതപ്പുറം ദാമോദരൻ പറയുന്നതിന് നമുക്കൊരു ചളിപ്പ് വേണ്ടേ? അതാണ് അതിന്റെ പ്രശ്നം. ഈ പറയുന്നതിനെ എന്തെങ്കിലുമൊക്കെ ഇത് വേണ്ടേ? ജിഹാദി ഏജന്റ്, പാകിസ്ഥാൻ ബന്ധം, മട്ടാഞ്ചേരി മാഫിയയുടെ കൊള്ളൂത്തുകാരൻ, മാറാട് കലാപം. ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയില്ല. നമുക്കത് കേട്ട് നോക്കാം. അത് കേട്ടിട്ട് ഓരോ വരിയുമായിട്ട് എടുത്ത് ബഹുമാന പുരസരം നമുക്ക് സുദർശൻ നമ്പൂരിയെയും വിമർശിക്കാം, അവരുടെ കള്ളങ്ങൾ പൊളിച്ചെടുക്കാം. ഇതൊരു തരം മനോരോഗമാണ്, ഇതൊരു തരം ഭ്രാന്താണ്, മതഭ്രാന്താണ്. അതായത് ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കുണ്ടാവുന്ന മതഭ്രാന്ത് പോലെ ഇത് ഹിന്ദുത്വ മതഭ്രാന്താണ് എന്ന് തിരിച്ചറിയണം. നമുക്ക് നോക്കാം. കവിയും ഗാനരചയിതാവും ചലച്ചിത്ര പ്രവർത്തകനും ഗായകനുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രസ്താവിച്ചത് നമ്മളെല്ലാവരും കേട്ടു. രാമായണം കേൾക്കാതെയായി, അതായത് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ രാമന് വരെ ദുഃഖമുണ്ടായി. അപ്പോൾ അയോധ്യയിലെ അതാണ് പ്രശ്നം. അതായത് കൈതപ്പുറം നമ്മുടെ മാതൃഭൂമിയിലെ ഷെമിന് ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഷെമിനിൽ ഇന്റർവ്യൂ എടുത്തപ്പോൾ പുള്ളി പറഞ്ഞു, ഈ വാത്സല്യം, രാഘവൻ നായർ എന്ന് പറയുന്ന നമ്മളെല്ലാം ഓർത്തിരിക്കുന്ന കൊച്ചിൻ ഹനീഫ എന്ന മുസ്ലിം സംവിധാനം ചെയ്ത് മുസ്ലിമായ മമ്മൂട്ടി അഭിനയിച്ച് നമ്പൂതിരിയും ബ്രാഹ്മണനും ഹിന്ദുവായ കൈതപ്പുറം എഴുതിയ ആ മനോഹരമായ വരികൾ, ഇവരുടെ എല്ലാം ജാതി മതവും പറയുന്നത് ഇവർക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലുള്ളതുകൊണ്ടല്ല. കാര്യം ഈ തീവ്ര ഹിന്ദുത്വവാദത്തിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ നിരർത്ഥകത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം കൈതപ്പുറം പറഞ്ഞു, ആ ബാബറി മസ്ജിദ് തകർത്ത ദിവസം എന്റെ മനസ്സിന് വേദനയുണ്ടായി, ഇന്ത്യയിലെ എല്ലാവർക്കും വേദനയുണ്ടായി, അന്നും ഇന്നും എന്നും. എന്ത് BJPയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ LK അദ്വാനി പറഞ്ഞത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള ദിവസമാണ് ഡിസംബർ 6 എന്നാണ്. തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് 2 തവണ അടൽ ബിഹാരി വാജ്പേയി അന്ന് NDTVയുടെ പ്രണോയ് റോയോട് പറയുന്നുണ്ട്. അത് ശൗര്യ ദിവസമായി കൊണ്ടാടുന്ന ഈ തീവ്ര ഹിന്ദുത്വവാദികൾ മാത്രമാണ്, അല്ലെങ്കിൽ മനസ്സിൽ ഗോഡ്സെ ഉള്ളവർ മാത്രമാണ്. നല്ല BJPക്കാർ പോലും തള്ളിക്കളഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ പേരിലുള്ള ചൊറിയാണ്, അതിന്റെ പേരിലുള്ള ദേഷ്യമാണ്. ദേഷ്യം ഇങ്ങനെ തീർക്കുന്നേ ഉള്ളൂ. അവിടെ ബാബരി പള്ളി സ്ഥാപിച്ചതുകൊണ്ട് രാമന് പ്രത്യേകിച്ച് ദുഃഖമൊന്നും ഉണ്ടായില്ലേ എന്ന ചോദ്യമുണ്ട്. പക്ഷേ അതായത് രാമന് അതിൽ ദുഃഖമില്ലേ? അതായത് ചൊറിഞ്ഞു ചോദിക്കുകയാണ്. ഞാൻ അതേപോലെ തിരിച്ചു ചോദിക്കാം, കഴിഞ്ഞ നൂറ്റാണ്ട് വരെ നമ്മുടെ പിന്നോക്കക്കാരെ നമ്മുടെ അമ്പലങ്ങളിൽ കേട്ടാത്തത് നമ്മുടെ ശ്രീരാമന് ദുഃഖമൊന്നും ഉണ്ടായിട്ടില്ലേ? അപ്പൊ ശ്രീരാമന്റെ ദുഃഖമല്ല, ശ്രീരാമൻ ദൈവം അല്ലെങ്കിൽ നമ്മൾ ദൈവമായിട്ട് കരുതുന്നവരല്ല, നമ്മുടെ മനുഷ്യരുടെ തെറ്റാണ് ഇതൊക്കെ. രാമക്ഷേത്രം തകർത്തെങ്കിൽ അതും തെറ്റാണ്, ബാബരി പള്ളി തകർത്തെങ്കിൽ അതും തെറ്റാണ്, അമ്പലവും പള്ളിയും തകർക്കുന്ന തെറ്റാണ്, എന്തും നശിപ്പിക്കുന്നത് തെറ്റാണ്. അത് മനസ്സിലാവുന്നില്ലേ ശ്രീ സുദർശൻ? പ്രവർത്തകൻ ആർക്ക് വേണ്ടിയാണ് ഉടലുകുതുന്നത്? ആരെ പ്രീണിപ്പിക്കാനാണ്? ആരുടെ കാല് കഴുകി വെള്ളം കുടിക്കാനാണ്? ഈ കാല് കഴുകി വെള്ളം കുടിക്കാനൊക്കെ 75 വയസ്സുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറയുക. കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി എന്ന വാർത്ത, മറുനാടൻ മലയാളിയിൽ ഒരു വാർത്തയാണ്, വാർത്ത നോക്കിയോണേ. മാറാട് കലാപത്തിൽ കൈതപ്പുറം എന്തു ചെയ്തു? അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെ വാർത്ത ചെയ്യാമോ എന്നുള്ളതാണ്. ഈ പാവം മനുഷ്യൻ അവിടത്തെ ഹിന്ദു അരയന്മാരെ കാണാൻ പോയി, നിങ്ങൾ ആരും പ്രശ്നത്തിലേക്ക് പോകണ്ട, നിങ്ങൾക്ക് ആർക്കും വിഷമം വേണ്ട, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് ജോലി എത്തിച്ചു തരാം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരാണ്. മാറാട് കലാപത്തിൽ എന്ത് ചെയ്തു? ഈ ക്ലിക്ക് ബൈറ്റ് ആണ്. അതായത് കണ്ടാൽ മാറാട് കലാപത്തിൽ എന്തോ ചെയ്തു എന്ന് തോന്നുന്നു. ഗാനരചയിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ മാറാട് കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനായി അന്വേഷണ ഉദ്യോഗസ്ഥരായ SP പ്രദീപ് കുമാർ ചോദ്യം ചെയ്തത്. SP പ്രദീപ് കുമാർ മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് കൈതപ്പുറത്തെ ചോദ്യം ചെയ്തു എന്ന്.
എന്റെ ചേട്ടായി കൈതപ്പുറം അവിടെ ഗൾഫാർ മുഹമ്മദ് അലി എന്ന് പറയുന്ന മഹാനായ ജീവകാരുണ്യ പ്രവർത്തകനും ബിസിനസ്സുകാരനും ഒരു വ്യക്തി, ഗൾഫാർ മുഹമ്മദ് അലിയും കൈതപ്പുറവും ഒക്കെ അവിടെ സമാധാനം കൊണ്ടുവരാനായി മരിച്ചുപോയവരുടെ കുടുംബങ്ങൾക്ക് കുറച്ച് ക്യാഷ് വാഗ്ദാനം ചെയ്തു. അതായത് ഗവൺമെന്റ് കൊടുക്കുന്ന പോലെ 5 ലക്ഷം രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. 5 ലക്ഷം രൂപയും അവിടുത്തെ ആൾക്കാർക്ക് ജോലി വാഗ്ദാനം ചെയ്തു. തീ കത്തുമ്പോൾ വെള്ളം ഒഴിക്കാൻ പോകുന്നവരെ അല്ല നമ്മൾ കുറ്റക്കാരെന്ന് പറയുന്നത്, തീക്ക് എണ്ണയും പെട്രോളും കോരി ഒഴിക്കുന്നവരെയാണ്. ഒരു രാജ്യത്ത് പ്രശ്നം അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് പ്രശ്നം, ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും കൈതപ്പുറം ചെല്ലുന്നത് നന്മ കൊണ്ടാണ്. എന്നിട്ട് ഇത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആ ചോദ്യം രസകരമാണ്. മാറാട് കേസുമായി ബന്ധപ്പെട്ട ആളെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുള്ളത് പറയുന്നതിന് എന്തെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ? എന്തിനാണ്? അതായത് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഇദ്ദേഹം ശാന്തിദൂതനായി പോയ കാര്യത്തെക്കുറിച്ചുമാണ്. ആ വാക്കം കട്ടിയും മാറാട് കലഹവുമായി ബന്ധപ്പെട്ട് കൈതപ്പുറത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്റെ ചേട്ടായി എന്ത് പറയാനാണ്? നിങ്ങളൊക്കെ എന്ത് സത്യസന്ധതയാണ്? നിങ്ങളുടെ പ്രേക്ഷകരോടെങ്കിലും മിനിമം മര്യാദയും സത്യസന്ധതയും കാണിക്കണ്ടേ? അതായത് മാറാട് കലാപത്തിന് ശേഷം ആകെ വിഷമം തോന്നിയിരുന്ന അവസരത്തിൽ സമാധാനത്തിന്റെ ദൂതനായി പോയൊരു വ്യക്തിയാണ്. ഇങ്ങനെ മിസ്റെപ്രസെന്റ് ചെയ്യരുത്, ദൈവം ക്ഷമിക്കില്ല. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ ചോദ്യം ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് പ്രദീപ് കുമാർ മറുനാടൻ മലയാളിയോട് പറഞ്ഞു. ഏറെ പ്രമാദമായ ഒരു കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ കാര്യങ്ങൾ, അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ സംശയങ്ങൾ, സ്വാഭാവികമായിട്ടും ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ചോദ്യം ചെയ്യലും മറ്റ് അന്വേഷണങ്ങളും ഉണ്ടാകുമ്പോൾ അതനുസരിച്ചുള്ള ചില സാഹചര്യ ഈ സുദർശൻജിയുടെ ഉള്ളിലാ എവിടെയോ ഒരു നന്മ കിടപ്പുള്ളതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. പുള്ളിക്ക് തന്നെ അറിയാം പ്രത്യേകിച്ച് ഒന്നുമില്ല, കോണ്ടന്റ് ഒന്നുമില്ല, ചുമ്മാ എന്തെങ്കിലും പറയുകയാണ്. അതായത് മാറാട് കലാപം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, മാറാട് കലാപം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ഇങ്ങനെ പറയണം. അങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു സംശയത്തിന്റെ നിഴൽ വെച്ചു. എന്നിട്ട് ഇതിന്റെ താഴെ വരുന്ന കമന്റ്സ് ചെയ്യാൻ നോക്കി. അതിൽ പാവപ്പെട്ട ഹിന്ദുക്കൾ ആരൊക്കെ എഴുതിയിരിക്കുകയാണ്, കൈതപ്പുറം എത്ര മഹാനാന്നാണ് ഞാൻ വിചാരിച്ചത്, ഇതുപോലെയായിരുന്നു പുള്ളിക്ക് കലാപത്തിൽ പങ്കുണ്ടോന്നൊക്കെ. അവരെ പറ്റിക്കുകയാണ്, നിങ്ങളെ വഞ്ചിക്കുകയാണ്, അതാണ് അതിന്റെ സത്യം. അതനുസരിച്ചുള്ള നടപടിയും തീർച്ചയായിട്ടും അന്വേഷണ സംഘം നടത്തും എന്നത് വ്യക്തം. കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ സംഭവങ്ങൾ പോലും അന്വേഷിച്ച് അതിൽ പിടിച്ചു കയറേണ്ടി വരും. 1-2 കാര്യങ്ങളാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുണ്ടായ കാരണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വാർത്ത. അതായത് സംശയകരമായ ചില സാഹചര്യങ്ങൾ ഈ ഒരു അവസരത്തിൽ കൈതപ്പുറം ദാമോദരൻ ശ്രദ്ധിച്ചോന്നറിയില്ല, ചുമ്മാ ഇങ്ങനെ കറങ്ങുകയാണ്. സംശയകരം, പ്രശ്നമുണ്ട്, സംശയകരം, ഗൂഢാലോചന, ഒന്നും പറയാനില്ല. അതായത് ബേസിക്കലി ഒന്നുമില്ല. ചില പ്രവർത്തികളുമായി ബന്ധപ്പെട്ട കൂട്ടായി എന്നത് വ്യക്തമാകുന്ന തരത്തിലുള്ള ചില സംശയങ്ങളാണ് കേൾക്കണേ, ഭയങ്കര രസമാണ്. അതനുസരിച്ചാണ് വിശദമായി തന്നെ ഈ വാർത്ത മറുനാടൻ മലയാളി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മള് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ മോശമാക്കി കാണിക്കാനോ വേണ്ടി പറയുന്നതല്ല, പക്ഷെ വാസ്തവമായി കണ്ടോ പറയുന്നതല്ല, ഉള്ളിലുണ്ട്. എന്നിട്ട് എന്ത് വാസ്തവമാണ് സുദർശൻജി? ഞാൻ അങ്ങോട്ട് ബഹുമാനം, ഞാൻ അങ്ങേ വന്ന് പൊന്നാട് അണിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ബഹുമാനത്തോടെ ചോദിച്ചോട്ടെ, കുറച്ചെങ്കിലും ദൈവഭയം വേണ്ടേ? ദൈവം എന്നൊരാൾ മേളി ഇരിക്കുന്നുണ്ട്. നമ്മൾ ബ്രാഹ്മണരെ കർമ്മ സിദ്ധാന്തത്തിലൊക്കെ വിശ്വസിക്കുന്നതല്ലേ? എന്തെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ ഇതിന് ക്ഷമ പറയണ്ടേ? ഈ 75 വയസ്സായി മരണത്തിലേക്ക് നോക്കി നിൽക്കുന്ന മനുഷ്യനെ കുറിച്ച് ഉളുപ്പില്ലാതെ പച്ചക്കള്ളം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? എന്തോ രണ്ടാം മാറാട് കലാപം നടന്ന സമയം മാറാട്ടെ അരയ സമാജക്കാർ തീർത്തും രോഷാകുല, മന്ത്രിമാർക്കോ ജനപ്രതിനിധികൾക്കോ പോലും മാറാട് കാലുകുത്താൻ പറ്റാത്ത അവസ്ഥ. അതായിരുന്നു ആദ്യത്തെ ഒരാഴ്ച കാലത്തെ അനുഭവം. എന്നാൽ ആ ദിവസങ്ങളിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവിടെ പോകുന്നു. കലാകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മാറാടുകാർ കണ്ട് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല എന്ന് കരുതാം. പക്ഷെ അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. മരിച്ച കുടുംബാംഗങ്ങൾക്കെല്ലാം തൊഴിൽ തരാമെന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വാഗ്ദാനം ചെയ്തിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. കൈതപ്പുറത്തിന് തിരക്കഥാരചനയും സംഗീത ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലാതെ മറ്റ് ബിസിനസ് ഒന്നും തന്നെ ഇല്ല. കള്ളം ഈ ദൈവം കാണുമെന്നൊരു പേടിയെങ്കിലും വേണം. ഗൾഫാർ മുഹമ്മദ് അലി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ പ്രമുഖനായ വ്യവസായി മാറാട്ട് സമാധാനം എത്തിക്കാൻ തന്നാൽ കഴിയുന്നത് ചെയ്യാന്ന് പറഞ്ഞു. ഈ നാട്ടിലെ നല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും എല്ലാം അല്ലെങ്കിൽ ഈ നിരീശ്വരവാദികളാണെങ്കിൽ പോലും കലാപവും പ്രശ്നവും കൊലപാതകവും ഉണ്ടാവുമ്പോൾ അവിടെ ആ തീയിലേക്ക് വെള്ളം ഒഴിക്കാൻ നോക്കുന്നവരാണ്. പിന്നെ എങ്ങനെ മാറാട് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് അദ്ദേഹം തൊഴിൽ നൽകുമെന്ന് കള്ളമാണ്. ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചപ്പോൾ ഇതേ ചോദ്യം കൈതപ്പുറത്തിനോട് ചോദിച്ചു. ഈ ഉദ്യോഗസ്ഥർ പറയുകയാണ്, കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് ജോലി ഉൾപ്പെടെ സഹായം നൽകാൻ തയ്യാറെന്ന എറണാകുളത്തെ ഒരു മുസ്ലിം വ്യവസായിയുടെ പത്രപ്രസ്താവന ഗൾഫാർ മുഹമ്മദ് അലിയാണ്. അതുപ്രകാരം താൻ അയാളെ കണ്ടു. പിന്നീട് മാറാട് എത്തിയപ്പോൾ വ്യവസായി പറഞ്ഞത് പ്രകാരമുള്ള തൊഴിലാണ്
വാഗ്ദാനം ചെയ്തത് എന്നായിരുന്നു കൈതപ്പുറത്തിന്റെ മറുപടി. കലുഷിതമായി നിന്നിരുന്ന മാറാടിന്റെ മണ്ണിൽ പോയി എറണാകുളത്തെ വ്യവസായിക്ക് വേണ്ടി തൊഴിൽ വാഗ്ദാനം ചെയ്ത എന്തായിരിക്കും അരയ സമാജക്കാരുടെ പ്രതികരണം എന്ന് അന്ന് മാറാട് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഒരു ഇതുമില്ല. സമാധാനത്തിന് വരുന്നവർ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യും. ഈ വെളിയിൽ നിൽക്കുന്ന തീവ്ര ഹിന്ദുത്വവാദിക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കണമെന്ന് ആഗ്രഹമുള്ളൂ. അച്ഛൻ മരിച്ച ആരതിയും ഭർത്താവ് മരിച്ച ഹിമാൻഷിയും മുസ്ലിങ്ങൾക്ക് ഇതേ കലാപം നടത്തണമെന്നല്ല പറഞ്ഞത്, സമാധാനം ഉണ്ടാവണമെന്നാണ്. അതായത് ആരാന്റെ അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ മരിക്കുമ്പോൾ നമുക്ക് സൈഡിൽ ഇരുന്ന് കൈടിക്കാൻ എളുപ്പമാണ്, എരുതിയിൽ എണ്ണ കോരി ഒഴിക്കാൻ എളുപ്പമാണ്. കാരണം നമ്മുടെ ആരും മരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ആരാന്റെ മരിക്കുമ്പോൾ സ്പിരിറ്റ് കയറ്റാനും വർഗീയത പറയാനും ഒക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. സ്വന്തം വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റുമ്പോഴേ നമുക്ക് അതിന്റെ വേദനയും വിഷമവും അറിയൂ. അപ്പം അവിടുത്തെ പാവപ്പെട്ട അരയന്മാര് കൈതപ്പുറത്തെ സ്വീകരിക്കുന്നത് കൈതപ്പുറത്തിന്റെ നന്മ കൊണ്ടാ. അവിടെ വന്ന് പറയുകയാണ്, നമുക്ക് ഈ കലാപം വേണ്ട, നമുക്ക് ശാന്തി വേണം, സമാധാനം വേണം. നിങ്ങളിൽ പലരുടെയും ബന്ധുക്കൾ മരിച്ചു, നിങ്ങൾക്ക് ഞാൻ ജോലി അടക്കമുള്ള കാര്യങ്ങൾ തരാൻ, ജീവിതം പുനർനിർമ്മിക്കണം എന്ന് പറയുന്നത് മനസ്സിലെ നന്മയാണ്. അത് കാണാത്തത് കണ്ണിലെ തിമിരമാണ്, കണ്ണിലെ മതഭ്രാന്താണ്, കണ്ണിലെ മനസ്സിനുള്ളിൽ ഗോഡ്സേവാദികൾ ഇരിക്കുന്നതുകൊണ്ടാണ്. കാസർഗോഡ് പേരുള്ള ഒരു പാകിസ്ഥാൻ പൗരൻ ദുബായിൽ പങ്കെടുക്കുകയും അത് കഴിഞ്ഞ് അധികം വൈകാതെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ വെച്ച് സിനിമ എടുക്കാൻ കൈതപ്പുറം നടപടികൾ തുടങ്ങുകയും ചെയ്തത് വാർത്തയാണ്. ഒരു പ്രശ്നമില്ലാതെ റോളുകളിൽ മുഖം കാണിക്കലുമായി നിന്നിരുന്ന കൈതപ്പുറത്തിന് ദുബായിൽ പാകിസ്ഥാൻകാരന്റെ പാർട്ടി കഴിഞ്ഞ ഉടനെ സിനിമ പിടിക്കാൻ തോന്നുക, അത് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ വെച്ച് ഇതിലും അല്പം എന്തോന്ന് പൊരുത്തക്കേടാണ്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി നവാസ് ഷെരീഫിന്റെ അമ്മയ്ക്ക് സാരി മേടിച്ചുകൊണ്ട് കൊടുക്കുകയും ആ സാരി മേടിച്ചു കൊടുത്തപ്പോ അവരുടെ കാലിൽ തൊട്ട് തൊഴുകയൊക്കെ ചെയ്തത് നരേന്ദ്രമോദി പാകിസ്ഥാന്റെ എന്തെങ്കിലും ആയിട്ടാണോ? ആൾക്കാർക്ക് മര്യാദയും മാന്യതയും സാഹോദര്യവും ഉണ്ടാകുന്നത് ഒരു തെറ്റല്ല. അത് മനസ്സിലാകാത്തത് മനസ്സിൽ വർഗീയതയും വിദ്വേഷവും വെറുപ്പും ഉള്ളതുകൊണ്ടാണ്. എല്ലാ സഹായവും ആരാണ് പാർട്ടിക്ക് ഒരുക്കിയതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പാർട്ടിയിൽ പങ്കെടുത്ത് ഞാൻ ഒരു മലയാളം പാട്ട് പാടി. അത് കഴിഞ്ഞ് പാർട്ടി സംഘടിപ്പിച്ചിരുന്ന പാക് പൗരൻ എന്നെ വന്ന് മലയാളത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. അയാൾ കാസർഗോഡ് വരാറുണ്ടെന്നും മലയാളം അറിയാമെന്നും വ്യക്തമായി. അത്രമാത്രമേ പരിചയമുള്ളൂ. പിന്നീട് അയാളുമായി ഒരു ബന്ധവുമില്ല എന്നാണ് കൈതപ്പുറം എന്ന് പറഞ്ഞത്. സിനിമാക്കാരുടെ ഇടയ്ക്കിടെയുള്ള ദുബായ് പാർട്ടികൾ നിരീക്ഷിക്കപ്പെടേണ്ടതാണ് അവരുടെ തിരിച്ചുവരവ് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം എന്താ ദുബായ് പോകുന്നവരെല്ലാം തീവ്രവാദികളാണോ? ഈ നാട്, കേരളം എന്ന നാട്, നല്ലൊരു ശതമാനം നമ്മുടെ ഫോറിൻ റെമിറ്റൻസ് കൊണ്ടാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഈ മനസ്സില് ഈ വെറുപ്പും വർഗീയതയും കയറുമ്പോ എല്ലാം മോശമായി തോന്നുന്നതിന്റെ പ്രശ്നമാണ്. സിനിമ എടുക്കാനായിരുന്നു കൈതപ്പുറത്തിന്റെ തീരുമാനം. ലൊക്കേഷൻ കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ. മഴവില്ലിൻ അറ്റം വരേന എന്നായിരുന്നു സിനിമയ്ക്ക് പേരിട്ടിരുന്നത്. മുഹമ്മദ് ആസിഫ് എന്ന ഇയാളെ താരമായി നിശ്ചയിച്ചു. മുഹമ്മദ് ആസിഫ് ആയിരുന്നു പാകിസ്ഥാനിലെ ക്രിക്കറ്റർ. തുടർന്ന് ഇയാളെ ഒഴിവാക്കി മുഹമ്മദ് ഹാഫിസ് എന്ന പാക് ക്രിക്കറ്ററാണ് മഴവില്ലിൻ അറ്റം വരയിലേക്ക് നായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കണ്ണൂരിൽ മുഹമ്മദ് ഹാഫിസ് എത്തി 2 ദിവസം ഷൂട്ടിങ്ങും നടന്നു. അപ്പോഴേക്കും പാക് ടീമിലെ ന്യൂസിലൻഡ് പര്യടനം എന്നതിനാൽ ഇയാൾ പോയി ഷൂട്ടിംഗ് മുടങ്ങിയതോടെ ഹാഫിസിനെയും നായക സ്ഥാനത്ത് നിന്ന് മാറ്റി. പിന്നീട് ലണ്ടനിൽ ജനിച്ചു വളർന്ന ഒരു പാക് യുവാവിനെ നായകനാക്കി ഷൂട്ടിംഗ് പൂർത്തിയാക്കി. ശ്രീശാന്ത് എന്ന ക്രിക്കറ്റ് താരവും ചില ഭാഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കോഴ വിവാദം വന്നതോടെ ശ്രീശാന്തും അഭിനയിച്ചു. ശ്രീശാന്തും പാകിസ്ഥാൻ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല, തമാശ പറഞ്ഞാണ്. ശ്രീശാന്ത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ശ്രീശാന്ത് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ നാടിന് വേണ്ടി, ശ്രീശാന്തിന് മുസ്ലിം വിരോധമൊന്നുമില്ല, പക്ഷേ ഇന്ത്യ സ്നേഹിയാണ്. അങ്ങനത്തെ ആൾക്കാരാണ് വേണ്ടത്. ശ്രീശാന്തിന്റെ മോഡലിൽ, മേജർ രവിയുടെ മോഡലിലുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അഭിനയിച്ച ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് കൈതപ്പുറം പറഞ്ഞിരുന്നു. സംഗതി എന്തായാലും മഴവില്ലിൻ അറ്റം വരെ എന്ന സിനിമ ഇപ്പോഴും റിലീസ് ആവാതെ പെട്ടിയിൽ വിശ്രമിക്കുകയാണ്. അപ്പം കൈതപ്പുറത്തിന് ആരൊക്കെയായിട്ടാണ്? പാകിസ്ഥാൻ പൗരന്മാരുമായിട്ട്, പാകിസ്ഥാൻ ക്രിക്കറ്റുമാരുമായിട്ട്, പാകിസ്ഥാനിലെ വ്യവസായികളുമായിട്ട്, കേരളത്തിലെ മുസ്ലിം വ്യവസായികളുമായിട്ട് ഒക്കെ തന്നെ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരെ പീഡിപ്പിക്കാനാണ് ഈ ഒരു വാദം ഉന്നയിച്ചത്? ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്, മട്ടാഞ്ചേരി സിനിമാ മാഫിയയെ പീഡിപ്പിക്കുന്നത്, ഇവിടുത്തെ ദുബായിൽ കേന്ദ്രീകരിച്ച് ഇവിടെ സിനിമാ മാഫിയ നടത്തുന്നവരെ, ബിസിനസ്സുകാരെ ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് സ്തുതി പാടാനുമല്ലേ ഈ കൈതപ്പുറം ഇത്തരത്തിലുള്ള സംഗതികൾ വിളിച്ചു പോകുന്നത് എന്ന് ആരും സംശയത്തോടെ നോക്കിപ്പോ പോലെ പ്രമാദമായ ഒരു വിഷയത്തിൽ ഇടപെട്ട് ചോദ്യം ചെയ്യലിന് വിധേയനായ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൈതപ്പുറം ഇപ്പോൾ ഈ കെട്ടിയാടുന്ന വേഷത്തിന്റെ തിരക്കഥയും രചനയും സംവിധാനവും ഒക്കെ ആരാണ് നിർവഹിക്കുന്നത്, ആരാണ് ഇയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് ആരാരും ചോദിച്ചു. എന്താ ആ ചോദ്യം എന്താ അദ്വാനിജിയോട് ചോദിക്കാത്തത്? തന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള ദിവസമാണ് ഡിസംബർ 6 ബാബറി മസ്ജിദ് ദിവസം എന്ന് പറഞ്ഞത് അദ്വാനിജി ആരെന്തെങ്കിലും കാശ് മേടിച്ചിട്ടാണോ പറഞ്ഞത്? തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് മട്ടാഞ്ചേരി മാഫിയെ പേടിച്ചാണ്.
പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ സത്യസന്ധത വേണം, എന്തെങ്കിലുമൊക്കെ നന്മ വേണം. അടിസ്ഥാനപരമായി മുസ്ലിം വിരോധം വിറ്റ് ജീവിക്കാമെന്ന് കരുതരുത്. അടിസ്ഥാനപരമായി ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ച് നാട്ടിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കി മുമ്പോട്ട് പോകുമെന്ന് കരുതരുത്. അതൊരു തരം വൃത്തികേടാണ്, അതൊരു തരം മനോരോഗമാണ്. ഈ നാട്ടിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസിയും അവിശ്വാസിയും ഒക്കെ സ്നേഹത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അതിനോടൊരു ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. നരേന്ദ്രമോദി സബ്കാ സാത്ത് സബ്കാ വികാസ് പറയുന്ന നരേന്ദ്രമോദിക്ക് പാകിസ്ഥാനിൽ നിന്ന് കാശ് കിട്ടിയിട്ടാണോ? ഈ രാജ്യം ഒന്നായിട്ട് പോകണം. എന്നാൽ രാജ്യത്ത് തീവ്രവാദികളും എക്സ്ട്രീമിസ്റ്റുകളും എല്ലാ സമുദായങ്ങളിലും ഉണ്ട്, മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ ഉണ്ട്. അവരെ എതിർക്കണം. അതിന് പകരം ഈ മരണാസന്നനായിരിക്കുന്ന 75 വയസ്സുള്ള പ്രായമായ ഈ കൈതപ്പുറം നമ്പൂതിരി എന്ന മനുഷ്യനെ, ദാമോദരൻ നമ്പൂതിരി എന്ന മനുഷ്യനോട് ഈ അന്യായം കാണിക്കുന്നത് ദൈവം പൊറുക്കില്ല. കുറെ എന്താ പറയണേ, ചിലം പറഞ്ഞ എനിക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ്. ഇനി കൈതപ്പുറത്തിന്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. കൈതപ്പുറത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, കൈതപ്പുറം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി കൈതപ്പുറത്തിന്റെ എല്ലാ പിന്തുണയും താങ്ങുമായി നിൽക്കുന്നത് ഒരു മുസ്ലിം സഹോദരനും കൂടിയാണ്. ഇതിന്റെ പേര് ഞാൻ വിട്ടുപോയി, ഞാൻ അതിൽ വാർത്ത എവിടെയോ കണ്ടിട്ടുണ്ട്. കൈതപ്പുറത്തിന്റെ അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരാളെ പോലെ ഹിഷാം എന്നാണെന്ന് ഹിഷാമല്ല, വേറെ എന്തോ ഒരു പേരാണ്. അതായത് കൈതപ്പുറത്തിന്റെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെ മാറിയിരിക്കുന്ന, അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ പ്രിയമായി നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ മീഡിയയിലൊക്കെ കവറേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ യഥാർത്ഥത്തിലെ പ്രശ്നം ഞാൻ വാർത്ത നോക്കുകയായിരുന്നു. റിയൽ കേരള സ്റ്റോറി ഇതാണ്. റിയൽ കേരള സ്റ്റോറി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായ ജംഷീർ എന്ന് പറഞ്ഞാൽ കൈതപ്പുറത്തിന്റെ മാനേജറാണ്. അവർ തമ്മിൽ അതിനെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം ഒരു ലേഖനം തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഇതാണ്. അവിടെ ജംഷീർ 16 വർഷമായിട്ട് കൈതപ്പുറത്തിന്റെ ഒരു കുടുംബാംഗത്തെ പോലെയാണ്. എല്ലാ രീതിയിലും കൈതപ്പുറം ജംഷീറിനെ കാണുന്ന ഒരു കൊച്ചു പയ്യനായിട്ടാണ്, ഒരു ബോയ് ആയിട്ടാണ്. അദ്ദേഹത്തിന്റെ കലാകേന്ദ്രയുടെ മാനേജർ അടക്കമുള്ള കാര്യങ്ങൾ കൈതപ്പുറത്തിന്റെ കുടുംബാംഗത്തെ പോലെയാണ്. അങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ജീവിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് മനസ്സിന്റെ ക്യാൻസറാണ്, അത് ആത്മാവിന് ബാധിച്ച വിദ്വേഷത്തിന്റെ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം താങ്കൾക്കുണ്ടാകട്ടെ. സുദർശൻജിയെയും അന്യായമായി നമ്മുടെ കേരള സർക്കാർ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച, അങ്ങേ അനുകൂലിച്ച വ്യക്തിയാണ് ഞാൻ. ആർക്കെതിരെ അന്യായം നടന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഈ ന്യായം എന്നൊരു കാര്യമുണ്ട്, അത് തിരിച്ചറിയണം. നീതി, നന്മ, മര്യാദ, മാന്യത തുടങ്ങിയ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.